കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം എല്ലാ രംഗത്തുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു മാറ്റം ഇപ്പോൾ ഇല്ലാത്തത് ആഘോഷങ്ങളുടെ വിഷയത്തിലാണെന്ന് തോന്നിയിട്ടുണ്ട്. പുളിക്കൽ ഒരു പാർട്ടി പ്രവർത്തകൻ മരണപ്പെട്ടു, അദ്ദേഹത്തെ കബറടക്കി. ബാബരി മസ്ജിദ് തർക്കപ്പെടുമ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ ഭരണകൂടമുണ്ട്. 2 ദിവസം നീണ്ടു എന്നൊരു പ്രക്രിയയെ തടയാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. മലപ്പുറത്തെ ഈഴവർക്ക് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ പോയതിന്റെ ശേഷം അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യുന്ന പരിപാടി എടുത്തത് തന്നെ ആയിരിക്കും ആ തരത്തിലേക്ക് ഒരു തീരുമാനം പോയത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ ഇന്ത്യയിൽ തന്നെ എങ്ങനെ വേറെ ജില്ലാ പഞ്ചായത്ത് ഉണ്ടോ നമുക്കറിയില്ല. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഡമ്മികളെ വെച്ചുകൊണ്ട്, ഒരു ഭാഗത്ത് കാസയെ വെച്ചുകൊണ്ട് ഒക്കെ ഇതേ പോളറൈസേഷന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇതിനെ നോക്കി നിൽക്കുകയാണ് CPM ചെയ്തത്. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ വിശകലനങ്ങൾ നാടുകളിലെമ്പാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചായക്കടകളിലാവട്ടെ, ചാനലുകളിലാവട്ടെ, എല്ലായിടത്തും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൊണ്ട് മുഖരിതമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ എന്താണ് സ്പോട്ട് ലൈറ്റിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ വെക്കാനുള്ള കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ, അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇവിടെ ഇന്ന് ചർച്ചയ്ക്കെടുക്കുകയാണ്. ആദ്യത്തെ ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് ഹമീദ് മാഷെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എല്ലാ നിലക്കും എല്ലാവരും അവരുടേതായ ഭാഗങ്ങൾ, ന്യായീകരണങ്ങൾ, ആവേശങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. സ്പോട്ട് ലൈറ്റ് എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെയും അതിൻ്റെ ഫലത്തെയുമൊക്കെ നോക്കിക്കാണുന്നത്? നമ്മൾ ദേശീയ തലം തൊട്ട് ഈ പ്രാദേശിക തലം വരെ വ്യത്യസ്ത രൂപത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ ഉണ്ട്. ഇവയെല്ലാം തന്നെ പൊതുവായി പറഞ്ഞാൽ ആ ഒരു രാജ്യത്തെ, പ്രദേശത്തെയൊക്കെ ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. അതിനു വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനുള്ള പൊതു സംവിധാനങ്ങൾ എന്ന നിലയിലാണ് ഈ ഭരണകൂടങ്ങളൊക്കെ നിലകൊള്ളുന്നത്. അപ്പോൾ ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനമാകുമ്പോൾ അതിനെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു ജനഹിതമനുസരിച്ചാണ് ഈ ഭരണകൂടങ്ങൾ നിലവിൽ വരുന്നത്. സ്വാഭാവികമായും ഈ ജനഹിതത്തെ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു താല്പര്യത്തെ, അവരുടെ മനോനിലയെ ഇതിനു വേണ്ടി സ്വാധീനിക്കുക എന്നുള്ളൊരു പ്രക്രിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതാണ് ക്യാമ്പയിനുകളിലൊക്കെ വളരെ പ്രത്യക്ഷമായും പ്രകടമായും നമ്മൾ കാണുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. പക്ഷേ എന്തായാലും ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചുള്ള ചില പ്രയോറിറ്റികൾ നിർബന്ധമാണ്. അതിൽപ്പെട്ടത് ഇപ്പോൾ സാമൂഹ്യനീതി ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്, സാമ്പത്തിക നീതി ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്, സാമൂഹ്യ സുരക്ഷ നൽകുക എന്ന് പറയുന്നത്, വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ജനങ്ങളുടെ സാധാരണ ജീവനും സ്വത്തിനൊക്കെ ഉള്ള സുരക്ഷ. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, ഇങ്ങനെ വളരെ പ്രയോറിറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഇത് എൻഷുർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് പ്രൊമോട്ട് ചെയ്യാനോ അതിനെ നിലനിർത്തുവാനോ ഒരു ഭരണകൂടത്തിന് കഴിയുന്നില്ലെങ്കിൽ, അത്തരമൊരു ഭരണകൂടം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യത മാത്രമായിരിക്കും. അപ്പോൾ ഒരു ഭരണകൂടത്തെ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ആ സമയത്തും പാലിക്കേണ്ട സൂക്ഷ്മതയുണ്ട്. കാരണം ഒരു സമൂഹത്തെ ഒന്നാകെ തകിടം മറിച്ചതിന് ശേഷം പിന്നെ റീസെറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രക്രിയയല്ല നമുക്ക് ആവശ്യമുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രയോറിറ്റിയായി മുന്നിൽ കണ്ടുകൊണ്ട് സൂക്ഷ്മമായി തന്നെ നടത്തേണ്ടതെന്നാണ് ഇലക്ഷൻ ക്യാമ്പയിനിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനൊപ്പം നമുക്കറിയാം ഈ നിയമനിർമ്മാണം നടത്തുന്നത്, സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത്, ഈ വിവിധ പദ്ധതികൾ എന്ന അർത്ഥത്തിലൊക്കെ ജനങ്ങളിലേക്ക് മുൻഗണനാക്രമം അനുസരിച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ എത്തിക്കേണ്ട റോളൊക്കെ ഭരണകൂടങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത് വരുന്നത് കൊണ്ട് തന്നെ സമ്പത്ത് കൈകാര്യം ചെയ്യുക, നിയമനിർമ്മാണം നടത്തുക, സ്വാധീനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുക ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റു പല താല്പര്യങ്ങളുള്ളവരും ഈ രംഗത്ത് വരും. സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ആത്യന്തികമായിട്ട് ഈ അധികാരം പരമമായ ലക്ഷ്യമായാൽ, അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം പരമമായ ലക്ഷ്യമായി കഴിഞ്ഞാൽ, മറ്റ് ആ രീതിയിലുള്ള വ്യക്തിനിഷ്ഠമായ താല്പര്യങ്ങളൊക്കെയോ ആണെങ്കിൽ, അത് ഏതൊരു ഈ ഇലക്ഷനെ ആണെങ്കിലും ശരി, പാർട്ടിയാണെങ്കിലും ശരി, അതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഈ ബാധിക്കും. അത് രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പം നമ്മൾ ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിലനിൽക്കുന്ന ഏറ്റവും അപകടകരമായ സാധ്യത ഇപ്പം എന്താണ്? ഒരു
വർഗീയ ധ്രുവീകരണത്തിലൂടെ ഈ രാഷ്ട്രത്തിൻ്റെ മേൽ ഒരു പാർട്ടി ഒരു മേൽക്കൈ നേടിയിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. നേരത്തെ ഈ രാജ്യം നിലനിർത്തിയിരുന്ന ചില മൂല്യബോധങ്ങളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ മുകളിൽ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത വർഗീയ വിഷം അത് പടർന്നു പിടിച്ച് ഈ രാജ്യത്തിന് ഒരു പ്രത്യേക ദിശയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അതിനോട് എതിര് നിൽക്കുന്ന, അതിന് റെസിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാം തന്നെ ഒരു റോളെന്ന് പറയുന്നത് അത്തരമൊരു രാഷ്ട്രീയത്തെ, അത്തരം താല്പര്യങ്ങളെ ഒരു നിലയ്ക്കും വളരാൻ അനുവദിക്കാതെ ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ BJP നമ്മൾ പറയുന്ന BJPയുടെ ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിന് ഉള്ള ബദൽ എന്താണെന്നുള്ള ചോദ്യം വരുന്നത്. ഇവിടെ മൃദു ഹിന്ദുത്വ കൊണ്ട് ഇതിനെ ഹൈജാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ തിരുത്താൻ പറ്റും എന്ന രൂപത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ നേരത്തെ കോൺഗ്രസ് ഇവിടെ വെച്ച് പുലർത്തിയിട്ടുണ്ട്. കേന്ദ്രതലത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു ഭാഗത്ത് പ്രീണനം, വേറൊരു ഭാഗത്ത് ഈ വർഗീയതയെ സപ്പോർട്ടും ചെയ്യുക. ഇത് സംഭവിച്ചൊരു കാര്യമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെട്ടു, ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത ഇല്ലാതെയായി, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ അവരിൽ പുലർത്തിയെന്ന വിശ്വാസം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നത് വളരെ കൃത്യമായൊരു കാര്യമാണ്. അപ്പോൾ ഒരു കോൺഗ്രസ് ഒരു ഞാളിന്മേൽ കളി പണ്ട് കളിച്ചു എന്നുള്ളതിനാണ്. അപ്പം നമുക്കറിയാം ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉള്ളൊരു രാജ്യമാണ്. അതിനകത്ത് വളരെ എന്താ പറയുക, ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നതിന് വലിയൊരു പ്രക്രിയയാണ്. അതിനിടയിൽ കൂടെ ഈ പറഞ്ഞ രീതിയിലുള്ള ചില താല്പര്യം കളിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും ഇത് അപകടകരമായ ഒന്നിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ ഞാൻ കരുതിച്ചാൽ കോൺഗ്രസ് അന്ന് സഞ്ചരിച്ച അതേ വഴിയിൽ ഇടതുപക്ഷവും സഞ്ചരിക്കാൻ ശ്രമിച്ചു. അവരുടെ പതനത്തിൻ്റെ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ബാബരി മസ്ജിദ് ഇഷ്യൂ ആണ് BJPയുടെ അവരുടെ ഒരു താല്പര്യത്തെ പൊലിപ്പിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്ന ഇഷ്യൂ എന്ന് പറയുന്നത്. ഇതിനോട് എടുത്ത സമീപനമുണ്ട്. അവിടെ തന്നെയാണ് പ്രശ്നങ്ങൾ എന്ത് ചെയ്യും തുടങ്ങുന്നത്. ഒരു ഭാഗത്ത് എന്ത് ചെയ്തു, മഹാഭാരതം പോലൊരു സീരിയൽ അതിവിടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത്, ദൂരദർശനിൽ വർഷങ്ങളോളം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് അന്നേ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്, എന്താവാം എന്നുള്ളത്. പക്ഷെ അതിനെ അവർ കരുതിയത് എന്താണ്, ഞങ്ങളിത് പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ഞങ്ങളായിരിക്കും എന്നുള്ളതാണ്. ബാബരി മസ്ജിദ് തുറന്നു കൊടുക്കണം, അത് ഓർമ്മയുണ്ടല്ലോ, ഒരു താൽക്കാലിക പൂജയ്ക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നു. അതിലൂടെയും പ്രതീക്ഷിച്ചത് ഓക്കെ ഇതിനെ ഡിഫ്യൂസ് ചെയ്യാം, BJPയുടെ രാഷ്ട്രീയ താല്പര്യത്തെ ഡിഫ്യൂസ് ചെയ്യാമെന്നായിരുന്നു. ഇതുപോലെ നമുക്കറിയാം അദ്വാനിയുടെ രഥയാത്ര നടക്കുകയാണ്. ഇതിനെ പല കാരണങ്ങളും തടയാമായിരുന്നു. കാരണം അത് കൃത്യമായ വർഗീയ അജണ്ടയും അത്തരം പ്രസംഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അന്നും എന്തുണ്ട്, ഈ ഹെയ്റ്റ് സ്പീച്ചിനെതിരേക്കുള്ള നിയമമുണ്ടല്ലോ, അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഇവിടെ ഉണ്ട്. അത് ഏതൊരു നിയമം ഉപയോഗിച്ചാണെങ്കിൽ വേണമെങ്കിൽ തടയാമായിരുന്നു. പക്ഷേ അതിനെ നോക്കി നിന്നു എന്നുള്ളതാണ് അന്ന് നടന്ന ഒരു കാര്യം. അതങ്ങനെ ഒടുവിൽ നമ്മൾ നോക്കുക, ബാബരി മസ്ജിദ് തർക്കപ്പെടുമ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ ഭരണകൂടമുണ്ട്. ഒരു കേവലം സ്റ്റേറ്റ് ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ അതിനെ സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു എന്നുള്ള ഒറ്റ എക്സ്ക്യൂസിൽ നിന്നുകൊണ്ട് 2 ദിവസം നീണ്ടു എന്നൊരു പ്രക്രിയയെ തടയാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഭാഗത്ത് ഈ ശിലാന്യാസത്തിനൊക്കെ അവസരം കൊടുത്തൊക്കെ സംഭവിച്ചു. ഇന്ന് വേറൊരു ഭാഗത്ത് ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഷബാനു ബീഗത്തിൻ്റെ കേസ് വന്നു. അപ്പോൾ അവിടെ മുസ്ലിങ്ങൾ, അതായത് പുതു മുസ്ലിങ്ങളൊന്ന് അജിറ്റേറ്ററായി. അപ്പോൾ ഓരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ഭാഗത്ത് ചില രീതിയിൽ പ്രീണനത്തിൻ്റെയും വേറൊരു ഭാഗത്ത് വർഗീയതയെ സപ്പോർട്ട് ചെയ്തു. ഇതിനിടയ്ക്ക് ഇപ്പം നമുക്കറിയാം സച്ചാർ കമ്മിറ്റി വരുന്നുണ്ട്. അത് അവരല്ല, VP സിംഗിൻ്റെ ഒരു ഇതിലാണ് പുറത്ത് വിടുന്നത്. എന്തായാലും അത് പിന്നീടുള്ളൊരു സ്റ്റെപ്പിലേക്ക് പോകുന്നില്ല. ഒരു ചെറിയൊരു എന്തൊക്കെയോ നടക്കും, അല്ലെങ്കിൽ തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട നീതി ലഭിക്കുമെന്നുള്ളൊരു തോന്നലുണ്ടാക്കി എടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രീണന ശ്രമങ്ങളൊരു ഭാഗത്ത് നടക്കുന്നു. പക്ഷേ ഫലത്തിൽ സംഭവിച്ചത് എന്താണ്? നമുക്കറിയാം, അത് ഈ ശ്രീ രവിശങ്കറെ പിടിച്ചിട്ട് മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹം അന്നും എല്ലാവർക്കും അറിയാം എന്താണ്, ഇദ്ദേഹം
ഈ പറയുന്ന സംഘപുത്രനാണ് അല്ലെങ്കിൽ സംഘീപുത്രനാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷമാണ് മുസ്ലിങ്ങൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും ഒരു സമവായത്തിലെത്താൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ പലതും കളിക്കുകയും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് ആ വിഷയത്തിൽ വെച്ച് പുലർത്താതിരിക്കുകയും ചെയ്തു. അങ്ങനെ ന്യൂനപക്ഷങ്ങൾ അകന്നുപോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസിൻ്റെ പതനത്തിന് കാരണമായി തീർന്നത്. അതാണ് ഇവിടെ ഇപ്പം നമ്മൾക്ക് നോക്കി കാണാം. സമാനമായൊരു ട്രാക്കിലാണ് കേരളത്തിലെ CPM പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പറയുന്നത്. ഇവിടുത്തെ ആദ്യത്തെ പ്രതിപക്ഷമാണ് CPM. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ്, ലോകസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ്. അന്ന് കൃത്യമായിട്ടും നെഹ്റുവിൻ്റെ മന്ത്രിസഭയുടെ പല തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ കൃത്യമായൊരു ദിശാബോധം നൽകുന്നതിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞൊരു പാർട്ടിയായിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷം. AKG എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ പാർലമെൻറ്റേറിയനായി തന്നെയാണ് അറിയപ്പെട്ടത്. മാത്രമല്ല അവരന്ന് ഏറ്റെടുത്ത സമരങ്ങളുണ്ട്. ആ സമരങ്ങളൊക്കെ തന്നെ ചരിത്രത്താളുകളിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ കുറച്ച് കാലമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ EMS ഒക്കെ തന്നെ ചെറിയ രീതിയിലൊക്കെ ഈ ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാനോ സ്വാധീനിക്കാനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് അദ്ദേഹം തന്ത്രപരമായും വളരെ ബുദ്ധിപരമായി ചെയ്തിരുന്നുകൊണ്ട് തന്നെ അതിനൊരു വർഗീയ അജണ്ടയായിട്ട് ഒന്നും പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ശരിയത്ത് വിവാദമൊക്കെ അദ്ദേഹം കൃത്യമായ താല്പര്യത്തോടെ കൊണ്ടുവന്നു തന്നെയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അത് നമ്മൾ കരുതുന്ന പോലെ അങ്ങനത്തെ ഒരു പോളറൈസേഷൻ, അത് വർഗീയമായ പോളറൈസേഷനിലേക്ക് കൊണ്ടുപോയി നമുക്ക് 100% പറയാൻ പറ്റില്ല. അന്നത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇതിൻ്റെ ബെനിഫിഷ്യറി ആകാനുള്ള ഒരു പാർട്ടി ഇവിടെ വേറെ ഇല്ല. ആ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാലത്തിന് ശേഷം നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ VSൻ്റെ ഇതിലേക്ക് എത്തുമ്പോഴാണ് ഓപ്പണായ രൂപത്തിലുള്ള ചില ഇതുകൾ മലപ്പുറത്തെ കുറ്റം പറയുക, മലപ്പുറത്തെ മുസ്ലിങ്ങളെ വിദ്യാർത്ഥികളെ ഒക്കെ എന്ത് ചെയ്യുന്നു, വളരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുന്നൊരവസ്ഥ. ഇത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നു. കരിപ്പൂർ വിവാദമാകുന്നുണ്ട്, വിജയരാഘവൻ്റെ പ്രസ്താവന വരുന്നുണ്ട്, ഗോവിന്ദൻ്റെ പ്രസ്താവന വരുന്നുണ്ട്, പിന്നെ നമ്മുടെ കോഴിക്കോട്ടം CPM സെക്രട്ടറി ആയിരുന്ന കേസിലൊക്കെ പ്രതിയായിരുന്ന അദ്ദേഹം. അപ്പം അങ്ങനെ കുറേ പേര് വളരെ വ്യക്തമായി തന്നെ മുസ്ലിങ്ങളെ ഒരു ഭാഗത്ത് ടാർഗറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അർത്ഥത്തിൽ നേരിട്ടല്ലാതെ മറ്റു ചില PR ഡമ്മികളെ വെച്ചുകൊണ്ട്, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഡമ്മികളെ വെച്ചുകൊണ്ട്, ഒരു ഭാഗത്ത് കാസയെ വെച്ചുകൊണ്ട് ഒക്കെ ഇതേ പോളറൈസേഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇതിനെ നോക്കി നിൽക്കുകയാണ് CPM ചെയ്തത്. വേറൊരത്തിൽ പിന്തുണയ്ക്കുക കൂടി ചെയ്തു. അപ്പോൾ അതിനകത്തൂടെ ഈ പറയുന്ന ഭൂരിപക്ഷ വോട്ടുകൾ ലഭിക്കുമെന്നുള്ള ഒരു താല്പര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഒരു മുന്നണിയുടെ സ്വഭാവം എന്താണ്. ഇപ്പോൾ കരുണാകരൻ കൊണ്ടുവന്ന മുന്നണിയുടെ പ്രത്യേകത ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പിന്നെ കൂട്ടാൻ പറ്റുന്ന കുറേവരൊക്കെ ഒരു ചേർത്തിടം ചെയ്തൊരു മുന്നണി ഉണ്ടാക്കി. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ സ്വാധീന ശക്തി എന്ന് പറഞ്ഞാൽ ഈഴവർ തന്നെയായിരുന്നു. പിന്നെ ഈ പറയുന്ന ഇടതുപക്ഷ ആശയധാരയെ താല്പര്യപൂർവ്വം പിന്തുണയ്ക്കുന്ന ആളുകളും അതായിരുന്നു മാസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഭൂരിപക്ഷം അവർ തന്നെയായിരുന്നു. ഇതിൽ ഒരു വിള്ളലുണ്ടായോ എന്നുള്ള തോന്നലാണ് പിന്നീട് ഒരു പക്ഷേ ഇങ്ങനത്തെ കളികളിലേക്ക് പോകാൻ. അതായത് ഇതോടൊപ്പം തന്നെ നമുക്ക് നോക്കിയറിയാം, നേരത്തെ കോൺഗ്രസ് കളിച്ച അതേ കളി ഇടതുപക്ഷം കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാഖ് അമേരിക്കൻ വാറ് വരുന്ന സമയത്ത് സദ്ദാം ഹുസൈന് വേണ്ടിയിട്ട് ഇവിടെ രക്തസാക്ഷികളാകാൻ വന്നിരുന്നത് ഇടതുപക്ഷമാണ്. എല്ലായിടത്തും നമുക്ക് ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തൊക്കെ സദ്ദാം മുക്ക്, സദ്ദാം കോർണർ എന്നൊക്കെ കാണുന്ന യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയൊന്നുമല്ല. അതിൽ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള ഈ ശക്തരായ, കാരണം അവിടെ ഒരു ആൻറ്റി അമേരിക്കൻ ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് നമുക്ക് വേണ്ടി പറയാം. പക്ഷെ അതിനേക്കാൾ പ്രധാനമായിട്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സ്വാധീനിക്കലായിരുന്നു. പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. NRC വന്നപ്പോൾ പരസ്യമായിട്ട് NRC എതിർക്കുകയും മറ്റു ചില നിലയ്ക്കൊക്കെ കേസൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ പോലും അത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ നമ്മളെ സുന്നി വിഭാഗത്തിൽ നിന്നൊരു വിഭാഗം അരിവാൾ സുന്നികളായിട്ട് മാറുന്നു. അവർക്കൊക്കെ അവരെ ആ രീതിയിൽ ഇപ്പോൾ വെള്ളാപ്പള്ളിയെ എങ്ങനെയാണോ കൊണ്ടു നടക്കുന്നത് അതേപോലെ തന്നെ
കാന്തപുരത്ത് അവർ എൻഡോസ് ചെയ്തിട്ടുണ്ട്, അവിടെ പോയി കാണുന്നു. ഇതൊക്കെ പിണറായി അടക്കമുള്ളവർ പോയി കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കൊക്കെയുള്ള ഒരു പ്രീണന ശ്രമം വേറൊരു ഭാഗത്ത് ചെയ്യുന്നു. ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു മുന്നോട്ട് വന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യമായിട്ടുള്ള ബാന്ധവം ഉണ്ടാകുന്നു. SDP ഒരുപാട് കാലമായിട്ട് അവരെ പിന്തുണയ്ക്കുന്നവരാണ്. അപ്പോൾ ഈ രണ്ടും ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് പണ്ട് കളിച്ച കളിയുടെ കുറച്ചുകൂടെ ഒരു ഫോർമലൈസ് ചെയ്തിട്ടുള്ള ഒരു കളി ഇവിടെ കളിക്കാൻ ശ്രമിച്ചുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും അവർ ഈവൻ ഇപ്പോൾ മുജാഹിദുകളിലെ ഒരു വിഭാഗത്തെ വരെ കുറച്ചൊക്കെ വേണ്ടി പ്രസ്താവനകൾക്ക് വേണ്ടിയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റിയുടെ മറ്റേ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ വഖഫ് ഇതിനകത്തോ ഇത്തരത്തിൽ ആക്കാവുന്ന ചില സ്ഥാനങ്ങളിലേക്കൊക്കെ ആക്കി കൊടുത്തുകൊണ്ടുള്ള ചില പ്രീണനങ്ങളൊക്കെ. ഇത് പിന്നെ ജിഫ്രി തങ്ങളെ വെച്ചുകൊണ്ട് സമസ്തയിൽ നിന്നൊരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ള ശ്രമങ്ങൾ NSSനൊരു ഭാഗത്ത് പിന്തുണ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഒരു ഭാഗത്ത് ഈ പറയുന്ന നമ്മളെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന വർഗീയ സ്വഭാവമുള്ള പ്രചരണങ്ങളെ പ്രതിരോധിക്കാതിരിക്കുകയും മറ്റൊരു ഭാഗത്ത് ഈ പ്രീണന സ്വഭാവത്തോടെ ചെയ്യുന്നു. ഇതിൽ സംഭവിച്ചത് എന്താണ്? വിശ്വസിക്കാൻ കൊള്ളാത്ത അല്ലെങ്കിൽ നയനിലപാടുകളില്ലാത്ത വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാത്ത ഒരു പാർട്ടിയായി CPM ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാൻ തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. ഈ വിശ്വാസത നേരത്തെ കോൺഗ്രസ്സിന് എങ്ങനെയാണോ വിശ്വാസം നഷ്ടപ്പെട്ടത്, അതേ വിശ്വാസ്യതയാണ് ഇവിടെയും ചോർന്ന് പോയിട്ടുള്ളത്. ഇത് നമുക്ക് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോയാൽ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ഇപ്പോൾ കൊല്ലം പോലൊരു ജില്ല, കൊല്ലത്ത് മുസ്ലിങ്ങൾ വലിയ സ്വാധീനമുള്ളവരും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവിടുത്തെ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷവും ഒന്നുകിൽ ഇടതുപക്ഷം CPIയിലുണ്ട്, CPMലുണ്ട്, പിന്നെ കുറേയൊക്കെ SDPIയോ അത്തരം ഇതുകളിലും ആണുള്ളത്. ഇത് കുറച്ചുകൂടെ തീവ്രമായിട്ടൊരു പക്ഷേ, അല്ലാതെ മറ്റ് ലീഗുകളോ ഒന്നും അല്ല അവർ. അപ്പോൾ ഇങ്ങനെയുള്ള മുസ്ലിങ്ങളെ അടക്കുമ്പോൾ കണ്ണൂരിലെ മുസ്ലിങ്ങൾ ഇവരെയൊക്കെ അടർത്തി മാറ്റുന്ന വിധത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോയി എന്നുള്ളൊരു സത്യമാണ്. പിന്നൊരു ഇതെന്താ വെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം എന്നും പാർട്ടിയായിരുന്നു വലുത്. അതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറിയാണ് എപ്പോഴും വലുതായിരുന്നത്. അത് മാറി. പാർട്ടി സെക്രട്ടറിയേക്കാളും വലിയ പാർട്ടി നേതാവ് ഉണ്ടാകുന്നു. ആ നേതാവിന് വേണ്ടി തന്നെ ജീവിക്കേണ്ടി വരുന്ന അണികൾ ഉണ്ടാകുന്നു, പ്രസ്താവനകൾ നടത്തേണ്ടി വരുന്ന മറ്റ് നേതാക്കൾ ഉണ്ടാകുന്നു. ഇത് അത്തരമൊരു സങ്കല്പത്തിലേക്ക് വരും. നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിലുണ്ടായി വന്ന ഏറ്റവും വലിയ മൂവ്മെൻറ്റ്സിൽ ഒന്നായിരുന്നു കാൻഷിറാമിൻ്റെ ബഹുജൻ സമാജ് പാർട്ടി. അത് മായാവതി എന്ന് പറയുന്നൊരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്നതോടെ ആ പാർട്ടിയെ ഞെരുക്കിക്കൊല്ലാൻ എളുപ്പമായി. ജയലളിത കൺകണ്ട ദൈവമായിട്ടാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും അവരുടെ മാത്രം ഒരു ക്യാപ്പിൻ്റെ അണ്ടറിലായിട്ടുണ്ടായിരുന്നത്. അവർ മരിക്കുന്നതോടെ ആ പാർട്ടിയുടെ ശക്തി ക്ഷയിക്കുന്നു. അപ്പോൾ മമതാ ബാനർജിക്ക് ഒരുപക്ഷെ സംഭവിക്കാവുന്ന ഇത് അത് തന്നെയാണ്, കെജ്രിവാൾക്ക് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ആശയത്തിൻ്റെ അടിത്തറയെ പൂർണ്ണമായും ശക്തിപ്പെടുത്താതെ, അതിന് പിന്നെ വിപുലമാക്കാതെ ഒരിക്കലും വ്യക്തി കേന്ദ്രീകൃതമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനത്തെ ഹീറോയിസം അല്ല ലീഡർഷിപ്പ്. രാഷ്ട്രീയത്തിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഹീറോയിസം അല്ല, അത് അടിസ്ഥാനപരമായി ഈ ആശയങ്ങളുടെ ശക്തിയാണ്. BJPക്കുള്ളത് അതാണ്. കോൺഗ്രസ്സിന് ഒരു പക്ഷേ ഇപ്പോൾ ഇല്ലാത്തതും അതാണ്. കോൺഗ്രസ് തീർച്ചയായിട്ടും ഇപ്പോൾ കിട്ടിയൊരു വിജയം എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന സാധനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ, വെറും വികസനം എന്നുള്ള ഈ വാചോടകം കൊണ്ടൊന്നും കാര്യമില്ല. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ, സാമ്പത്തികമായി ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടറി സിസ്റ്റം കുറച്ചുകൂടെ വ്യക്തമാക്കുന്ന രൂപത്തിലുള്ള, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ദളിതരോ മുസ്ലിങ്ങളോ അധസ്ഥിതരായിട്ടുള്ള ആളുകളോ ഇവർക്കൊക്കെ ലഭിക്കേണ്ട അവകാശങ്ങൾ കൂടുതൽ നൽകുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിലൂടെ അല്ലാതെ കോൺഗ്രസ്സിന് ഇവിടെ അടിത്തറ ഉണ്ടാക്കിയെടുക്കാനൊന്നും കഴിയില്ല. അവിടെ അവർക്ക് നല്ല ശക്തമായിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു സത്യം ആയിരിക്കാം. എന്തായാലും ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു പതനത്തിൻ്റെ ഒരു ആഴുണ്ടല്ലോ, ഇത് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു വെച്ചാൽ മണ്ണാർക്കാടത്തെ 2 ഇൻസിഡൻറ്റ് നോക്കിയാൽ മതി. എനിക്ക് അത്ഭുതം തോന്നി. നിങ്ങൾ വായിച്ചോന്നറിയില്ല, മണ്ണാർക്കാട് 2 വാർഡുകളിൽ, ആ വാർഡുകളിൽ പിന്നെ ഇടതുപക്ഷത്തിന് വോട്ടില്ല, ഒരു വാർഡിൽ വോട്ടില്ല, ഒരു വോട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ നിന്ന് തന്നെയുള്ള പാർട്ടി പ്രവർത്തകർ ശക്തമായ രോഷത്തോടെ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് എന്താണ്, ഇത് ജമാഅത്തെ ഇസ്ലാമിയുമായി വെച്ചുമാറിയതാണെന്നാണ്.
അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന എന്താണ്, ജമാഅത്തെ ഇസ്ലാമി ഇപ്പം നമ്മൾ മറ്റേ ഗണ്ണ് കിട്ടിയ എന്ത് ചെയ്യും, വെടിവെച്ച് കൊള്ളുന്നുള്ള രീതിയിൽ ഇത്. പക്ഷേ അന്തർധാര, ഒരിടനെ ഭാഷയിൽ പറഞ്ഞാൽ അന്തർധാരയിൽ ഇതെന്ത് ചെയ്യുന്നു, വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയാം. വേറൊരു ഇൻസിഡൻറ്റ് അവിടുന്ന് തന്നെയുള്ള നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ഒരു പെൺകുട്ടി അവർ തോറ്റിട്ട് പിന്നെ അവരെ കാണുന്നത് എവിടെയാണ്, അവർ BJPയുടെ അവരുടെ കൂട്ടുകാരിയാണ് അത്രേ, ആ ആഘോഷത്തിൽ ഡാൻസ് കളിക്കുന്നു. അവരിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് വെച്ചാൽ, ഞാൻ ഇടതുപക്ഷം വിട്ടിട്ടൊന്നുമില്ല, ഞാനിപ്പോഴും മരിക്കുന്നവരെന്താക്കാനും ഇടതുപക്ഷമായിരിക്കും, പക്ഷെ അതെൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ ഇടതുപക്ഷത്തിൽ വർക്ക് ചെയ്യുന്നവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ പാപ്പരത്തെ എവിടെ എത്തി എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് പാർട്ടി തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവുന്നതാണ്. പക്ഷേ നമ്മൾ വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, ശരിക്കും പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായിട്ട് മതങ്ങളെ വിമർശിച്ച സമയങ്ങളിൽ അതിൻ്റെ പേരിൽ അവർക്കൊന്നും നഷ്ടപ്പെട്ടില്ല. അപ്പോൾ ദൈവത്തിന് എന്താ പറാവ്, നമ്മുടെ നായനാരം തീർത്ത് ചോദിച്ചു, രൂപത മറന്നിട്ടില്ല നമ്മളാരും. അതുപോലെ തന്നെ എന്താണ്, നികൃഷ്ടജീവി എന്ന് വരെ മെത്രാനെ ബിഷപ്പിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കാന്തപുരം ഈ മറ്റേ നമ്മുടെ മുടി പള്ളിയുമായിട്ട് വന്ന സമയത്ത് എന്താണ്ട് ബോഡി വേസ്റ്റ് ആണെന്ന് വരെ പറഞ്ഞു. പക്ഷെ അതൊക്കെ പറഞ്ഞപ്പോഴും അതിനുള്ള സ്പേസ് ഇവിടുത്തെ സമൂഹം അവർക്ക് വെച്ചു കൊടുത്തു. കാരണം ആ വിമർശനങ്ങൾ എന്തല്ല, വർഗീയ വിമർശനങ്ങളല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അത്തരം വിമർശനങ്ങളല്ല അവരെ അകറ്റിയത്, മറിച്ച് പ്രീണനങ്ങളും ഈ പറഞ്ഞ പോലുള്ള വർഗീയമായിട്ടുള്ളതുകളാണ്. അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയണമെന്നുള്ളതാണ്. ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ ഈ ഇലക്ഷനിൽ BJP കോർപ്പറേഷൻ പിടിച്ചിട്ടുണ്ട് തിരുവനന്തപുരം. അത് അവർക്ക് മൊത്തത്തിൽ വോട്ട് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ മുന്നേറ്റം നടത്തിയിട്ടില്ല നമുക്ക് സത്യം തന്നെയാണ്. പക്ഷേ BJP ഒരു കോർപ്പറേറ്റ് പാർട്ടിയാണ്. ആ കോർപ്പറേറ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം അതിൻ്റെ ഏറ്റവും വലിയ താല്പര്യങ്ങൾ വരുന്നത് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖം നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. ആ കോർപ്പറേഷൻ ലഭിക്കുന്നതോടെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് രീതിയിലുള്ള നിയമപരമായിട്ടുള്ള സ്വാധീനങ്ങളെല്ലാം തന്നെ അദാനിക്ക് ലഭിക്കും. 2, കൊല്ലത്ത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതല്ലേ, അതായത് ഈ നേരത്തെ നമ്മളുടെ ഒരു ലോക്കലായിട്ടുള്ള സ്റ്റേറ്റുകളുടെ വിഭവങ്ങളുടെ മുകളിൽ അതിൻ്റെ വില നിശ്ചയിക്കാനും അത് സെയിൽ ചെയ്യാനൊക്കെ ഉള്ള അവകാശം സ്റ്റേറ്റുകൾക്കാണ്. അതുകൊണ്ട് തന്നെ അത് ഈ സുപ്രീം കോടതിയുടെ വിധി അടിസ്ഥാനത്തിലും കൂടെയായിരുന്നു. 89 ഉണ്ടായിരുന്ന വിധി തിരുത്തി. ഇപ്പോൾ സുപ്രീം കോടതിയെ വീണ്ടും ആ വിധി തിരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സമീപിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയോ, ഈ പറയുന്ന വിഭവങ്ങളുടെ മുകളിലുള്ള അവകാശം സെൻട്രൽ ഗവൺമെൻറ്റിനാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ ചവറ പോലുള്ള സ്ഥലങ്ങളിലുള്ള തോറിയത്തിൻ്റെ വിപുലമായിട്ട് ശേഖരമടക്കമുള്ള സാധനങ്ങൾക്ക് കൈവയ്ക്കാൻ. ആണവ റിയാക്ടറുകൾ അത് നിലവിൽ നമുക്ക് അത് സ്വകാര്യവൽക്കരിച്ചിട്ടില്ല, പക്ഷേ അത് സ്വകാര്യവൽക്കരിക്കാനുള്ള നിയമം കൊണ്ടുവന്നു കഴിഞ്ഞു. ഏറ്റവും മുൻപിൽ നിൽക്കുന്ന അദാനിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കച്ചവട കൂട്ടുകെട്ടിലേക്ക് ആ പ്രദേശങ്ങളെ കൊണ്ടുപോകാൻ അവർക്ക് കഴിയും. അത് ദൂരവ്യാപകമായിട്ട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഒരുപക്ഷെ ഇതായിരിക്കാം മോദി വന്നിട്ട് നടത്താൻ പോകുന്ന വലിയ വികസന പ്രഖ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒന്നിച്ച് പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ചില വലിയ മാറ്റങ്ങൾക്കത് കാരണമാകും. എന്തായാലും നമുക്ക് പറയാനുള്ളത്, ഇടതുപക്ഷത്തിലൊന്നും പ്രതീക്ഷിക്കുന്നതല്ല ഇടതുപക്ഷം നൽകിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ UDF-ൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതുപോലെ തന്നെ ഒരു തിരിച്ചടി വളരെ വൈകിയൊന്നും വേണ്ടില്ല, ചിലപ്പോൾ നിയമസഭ ചിലപ്പോൾ എന്ത് ചെയ്യും കൊടുത്തേക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി ഇവിടുത്തെ ഈ സോഷ്യൽ ഫാബ്രിക്കിനെ മനസ്സിലാക്കിക്കൊണ്ടും ഒപ്പം തന്നെ ജനഹിതത്തിൻ്റെ താല്പര്യങ്ങൾ മാനിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നമ്മൾ എന്തായാലും ഇവിടുത്തെ ഈ ഇടതുപക്ഷം ഇല്ലാതെയാകുന്നത്, ഇടതുപക്ഷം സാധാരണ പറയാനുള്ള കാര്യമുണ്ട്, ഈ വർഗീയതയെ പ്രതിരോധിക്കുന്നത് ഇടതുപക്ഷമാണെന്നത് സത്യം ഞാൻ പറയുന്നത്. കാരണം അവരുടെ സ്പേസ് ലേശം നീങ്ങുന്നതോടെ, നമ്മളൊരു കരുങ്കട്ട നീങ്ങുന്നതോടെ അവിടെ കയറി വരുന്നത് വർഗീയ ശക്തികൾ തന്നെയാണ്. അതുകൊണ്ട് അവർ ശക്തമായി അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കരുത്തും ആശയത്തിൻ്റെ ശക്തിയൊക്കെ നേടിയെടുക്കട്ടെ എന്നും കൂടെ ആണ് നമുക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിശകലനത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇവിടെ അമീദ് മാഷ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിലേക്ക് ചില കാര്യങ്ങൾ സഫ്വാൻ ബറാമി കൂട്ടിച്ചേർക്കും. അമീദ് മാഷ് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് തന്നെ ആ പോയിന്റ് തന്നെ തുടങ്ങാൻ തോന്നുന്നു. നമ്മൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും ഇപ്പോൾ ദക്ഷിണേന്ത്യയിലാണെങ്കിലും ഒക്കെ കേരളം ഒരു തലയെടുപ്പോടുകൂടെ നിൽക്കാൻ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടാണെങ്കിലും അതിലെ വർഗീയതയെ ചെറുക്കുന്ന വിഷയത്തിലാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടെ
LDFും UDFും സമ്മിശ്രമായി പോകുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആ ബാലൻസ് തെറ്റാതിരിക്കട്ടെ എന്നാണ് നമ്മളിപ്പോഴും ഒരു എന്താ പറയുക ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു ഗ്യാപ്പ് വന്നാൽ സ്വാഭാവികമായും കയറി നിൽക്കുന്ന ഒരു മൂന്നാം കക്ഷിയെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു വലിയ പ്രതീക്ഷയോടെ കാണാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തുടർന്നും കേരളത്തിൽ വളരെ ശക്തമായി തന്നെ രണ്ട് കൂട്ടർ ഉണ്ടാകട്ടെ, അതിനുവേണ്ട പരിസരം ബോധപൂർവം വരട്ടെ എന്ന് നമ്മൾ വിചാരിക്കുക. ഞാനൊരു 4 കാര്യങ്ങൾ ഇനി പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ കുറച്ച് ഈ ഒരു സ്പെസിഫിക് ഇലക്ഷൻ എന്ന് മാത്രമല്ല, ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ നാട്ടിലൊരു ഇലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന കാര്യം, വോട്ടർമാരെ നന്നായി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ പിന്നെ മുന്നണികളാണെങ്കിലും എന്ന് തോന്നാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന PR എക്സസൈസുകൾക്കൊക്കെ അപ്പുറത്ത് പിന്നെ ഈ വോട്ടിംഗ് മെഷീനിൽ പോയി അമർത്തുന്ന സമയത്ത് ആ പൗരൻ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും അവിടെ എന്തായാലും വോട്ടാവുക. ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും അവർക്ക് കിട്ടുന്ന വികസനം, അവർക്ക് കിട്ടുന്ന സേവന പ്രവർത്തനങ്ങൾ, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരുടെ കുട്ടികൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം, നാട്ടിൽ അവർ അനുഭവിക്കുന്ന വികസനം, അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നല്ലൊരു കുടുംബ സംവിധാനത്തോടുകൂടെ പോകണമെന്നാണ് കേരളത്തിലെ ഭൂരിഭാഗം മലയാളികളും എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് കോട്ടം തട്ടുന്ന തീരുമാനങ്ങളും നടപടികളും ഒക്കെ വരുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു വോട്ടർ പോയി നടത്തുന്നൊരു വോട്ടിങ്ങിനെ പലപ്പോഴും ആ അർത്ഥത്തിൽ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നാറുണ്ട്. അപ്പം പിന്നെ അങ്ങനെ കണക്കുകളൊക്കെ പറയുമ്പോൾ ഈ രൂപത്തിൽ കണക്കുകൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊരു മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില അണികളെയും കുറച്ചൊക്കെ ഒരു പത്രവാർത്തകളെയും മീഡിയാസിനൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ചു നിർത്താൻ ചിലപ്പോൾ അത്തരം നറേഷനുകൾക്ക് പറ്റുമായിരിക്കും. അതല്ലാതെ പിന്നെ ഇപ്പോൾ കഴിഞ്ഞത് തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയൊരു വോട്ടർ വോട്ട് ചെയ്തത് അവൻ്റെ വാർഡിൽ ആര് ജയിക്കണം എന്നതിനാണ്. ആ വാർഡിലുള്ള മൊത്തം കണക്കുകൾ എടുത്ത് ഒരു നിയമസഭയിലെ വോട്ട് എടുത്ത് LDFന് ഇത്ര കിട്ടി, UDFന് ഇത്ര കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും പിന്നിലല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിൻ്റെ ഷെയർ അനുസരിച്ച് ഞങ്ങൾ കുറേ മുന്നിലാണ്, അവർ കുറേ പിന്നിലാണ്, ഇങ്ങനത്തെ അത് പിന്നെ ആകെ അന്തം വിട്ട് നിൽക്കുന്ന ആളുകളുടെ മുന്നിൽ എന്തൊക്കെയോ അവതരിപ്പിക്കാൻ പറ്റുമെന്നല്ലാതെ ശരിക്കും അവരുടെ ഒരു ചൂസിങ് ഉണ്ടല്ലോ, ഒരു സിറ്റിസൺ, ഒരു പൗരൻ നടത്തിയ ചൂസിങ്ങിനെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് മുന്നണികളായി കാണാൻ പാടില്ല. അതെ, എല്ലാവരോടുള്ളൊരു നിർദ്ദേശം തന്നെ. അതെ, നമ്മളത് പിന്നെ ഇപ്പോൾ കുറച്ച് തെരഞ്ഞെടുപ്പുകളായിട്ട് പ്രത്യേകിച്ചും ഡാറ്റകളൊക്കെ വിക്കിപീഡിയ തപ്പിയാൽ കിട്ടുന്ന കാലം കൂടെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ശ്രമിക്കുന്നത്. അതൊന്നും പിന്നോട്ട് പോയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയും ഉണ്ടാകൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ പത്രവാർത്തകൾക്കും വീഡിയോകൾക്കും PR എക്സസൈസുകൾക്കും ഒക്കെ ഒരു ചെറിയ ശതമാനം വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഭൂരിഭാഗം മലയാളികൾ അവരുടെ തീരുമാനം എടുക്കുക അവരുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ആണ് അവർ വോട്ടിങ്ങിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ അത് രണ്ട് മുന്നണികളും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പരിപാടി നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ട് ഈ ഇലക്ഷനിൽ. മറ്റൊന്ന് വളരെ കൗതുകമുള്ളൊരു കാര്യം, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല. 33 പിന്നെ അംഗമുള്ള ജില്ലാ പഞ്ചായത്തിൽ. അപ്പോൾ ചിലപ്പോൾ ഒരു കോർപ്പറേഷനിലോ അല്ലെങ്കിൽ ചെറിയ പഞ്ചായത്തിലോ ഒക്കെ ആണെങ്കിൽ അത് നമ്മളത്ര പൊളിറ്റിക്കലായിട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. പക്ഷെ ഒരു ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ നമ്മളോട് പറയാം. ഒന്ന്, പ്രതിപക്ഷമില്ലാതെ എന്തായാലും അവിടെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. പ്രതിപക്ഷം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും തിരുത്താൻ ഒരു പ്രതിപക്ഷം അനിവാര്യമാണ് ജനാധിപത്യത്തിൽ. ഇപ്പോൾ പറഞ്ഞതുപോലെ പിന്നെ അവിടെ പലതരത്തിലുള്ള താല്പര്യക്കാർ വരുമ്പം സുഖമായിട്ട് നടന്നു പോകാൻ പാടില്ലല്ലോ, അവിടെ ഒരു ശക്തമായ പ്രതിപക്ഷം വേണം. അപ്പോൾ അത് പിന്നെ ശരിക്കും എനിക്ക് തോന്നുന്ന ഒരു രാഷ്ട്രത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഏത് രാഷ്ട്രീയക്കാരനും ആഗ്രഹിക്കും അവിടെ ഒരു പ്രതിപക്ഷം വേണമെന്നുള്ളതായിരിക്കും. എതിർശബ്ദം നിർബന്ധമാണ് ജനാധിപത്യത്തിൽ. അപ്പം അതില്ല എന്നുള്ളതൊരു അപകടം ശക്തിയാണ്. അതെ. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഉണ്ടായി എന്നതിനെ കുറിച്ചുകൂടെ നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. അപ്പം എനിക്ക് തോന്നുന്നു എന്തായാലും മലപ്പുറത്തെ ഈഴവർക്ക് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ പോയതിൻ്റെ ശേഷം പിന്നെ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യുന്ന പരിപാടി എടുത്തത് തന്നെ ആയിരിക്കും ആ തരത്തിലേക്കൊരു തീരുമാനം പോയത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ ഇപ്പം ഇന്ത്യയിൽ തന്നെ എങ്ങനെ വേറെ ജില്ലാ പഞ്ചായത്ത് ഉണ്ടോ നമുക്കറിയില്ല. അപ്പോൾ ആ തരത്തിൽ വൈപ്പൗട്ടായി പോയതിനെ വളരെ ഗുരുതരമായൊരു ആലോചനക്ക് വിധേയമാക്കണം. കാരണം ഇപ്പോൾ ഹമീദ് മാഷ് എണ്ണി പറഞ്ഞ കുറേ എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു. മലപ്പുറത്തെ ആളുകളെയും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം പ്രതീക്ഷിക്കുമ്പം ഇവിടെ ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞതാണ്, ഒരു വോട്ടർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇവിടെ ഇഴവരും ജീവിക്കുന്നുണ്ട്, മുസ്ലിങ്ങളും ജീവിക്കുന്നുണ്ട്, എല്ലാവരും ജീവിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലുണ്ടാകുന്നൊരു മുറിവിനെ ഒന്ന് കാണാൻ പോലും പരിശ്രമിച്ചില്ല എന്നതായിരിക്കും ഒരുപക്ഷെ വൈപ്പ് ഔട്ട് ആവുന്ന രൂപത്തിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു അംഗം പോലും ഇല്ലാത്ത രൂപത്തിൽ അതുണ്ടായത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ മൂന്നാമതൊരു പോയിന്റ് പറയുന്നതിന് മുമ്പ് അതിൽ തന്നെ കൂട്ടി പറയാൻ തോന്നുന്ന ഒരു കാര്യം, ഈ എക്സ്പീരിയൻസ് പറഞ്ഞതുപോലെ
ഒരു നല്ലത് തോന്നിയിട്ടില്ല എന്നതുപോലെ തന്നെ ഇപ്പം ഒരു സമുദായ നേതാവ് വന്നിട്ട് പറയാം, അത് ഏത് സമുദായമാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം, ഈവൻ രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധി, ഒരു നേതാവ് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ വോട്ടിങ്ങിൽ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് അനുഭവിക്കാത്ത ആ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ അതിനോട് യോജിക്കില്ലല്ലോ. വളരെ കുറഞ്ഞ ഒരു ചെറിയ ശതമാനം ഉണ്ടാവുമായിരിക്കും ഞങ്ങൾ നേതാവ് പറഞ്ഞു എന്ന രൂപത്തിൽ അവരുടെ പൗരാവകാശം വിനിയോഗിക്കുന്ന ഒരു ചെറിയ പെർസെൻറ്റേജ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതിൽ ഭൂരിഭാഗം വരുന്നത് എന്താണ്, ഇദ്ദേഹം പറയുന്നത് ഞങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് മാത്രം ബാലറ്റ് വിനിയോഗിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ആ നിലക്കൂടെയുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും ഇല്ലാത്തതായിരിക്കും ഒരു പക്ഷെ മലപ്പുറം. ഇപ്പോൾ യോഗി ആദിത്യനാഥ് UP-യിൽ കൊണ്ട് കേരളത്തെക്കുറിച്ചൊരു കമന്റ് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം വെറുപ്പും വിരോധം ഉണ്ടാവില്ലേ? കാരണം അത് ഒരു നിലയ്ക്കും യാഥാർത്ഥ്യമല്ല. അതേപോലെ തിരുവനന്തപുരത്തോ കൊല്ലത്തോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടോ മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോഴും സ്വാഭാവികമായിട്ട് മുഴുവൻ മലപ്പുറത്തെ ആളുകൾക്കും ഇതേ വികാരം ഉണ്ടാകും. സ്വാഭാവികമായിട്ട് അത് അവിടെ നമ്മൾ പലപ്പോഴും മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ഇവിടെ വന്ന ഒരു വ്യക്തി അവരുടെ വിശ്വാസവും ആദർശം XY എന്തോ ആകട്ടെ, പക്ഷെ റിട്ടയർ ചെയ്ത് പോകാൻ സമ്മതിക്കാതെ പിന്നെ ഇവിടെ കൂടുന്ന കാഴ്ചകൾ എത്രയോ തവണ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. മാത്രമല്ല ഈ 33 എണ്ണം എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ഒരു മുസ്ലിം വോട്ടല്ലല്ലോ. ഉറപ്പല്ലേ? അല്ലല്ലോ. ഇവിടെ എത്ര ഹൈന്ദവരും മറ്റുള്ളവരും എത്രത്തോളം ഉണ്ട് ഇവിടെ, അത്രത്തോളം മുസ്ലിങ്ങളുടെ ഒരു വലിയ പെർസെൻറ്റേജ് എന്ന് പറയുന്ന രൂപത്തിൽ അവരുണ്ടല്ലോ. അതെ, അവരുടെയും കൂടി വോട്ടാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, വോട്ടർക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ആലോചിക്കണം നമ്മളെ എക്സസൈസുകളെക്കാളും തോന്നി. മൂന്നാമതൊരു പോയിന്റ് പറഞ്ഞാൽ പിന്നെ ഈ റിസൾട്ടിൻ്റെ മൊത്തത്തിലുള്ളൊരു എസൻസ് എന്താണെന്ന് വെച്ചാൽ വർഗീയത വേണ്ട എന്ന് മലയാളികൾ തീരുമാനിച്ചു എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നൊരു കാര്യം. അപ്പം ഏത് ഘടകങ്ങളിലേക്കായാലും ഇപ്പോൾ വളരെ സ്ഥലങ്ങളിൽ ഒരു വ്യക്തിപ്രഭാവം ഉണ്ടായിട്ടുള്ളത് വെച്ച് നിർത്തിയാൽ വർഗീയതയെ മലയാളികൾ അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു എസൻസ്. പക്ഷെ ആ എസൻസിനെ ഉൾക്കൊള്ളുന്നതല്ല അതിനുശേഷം വന്ന ചില പിന്നെ പ്രസ്താവനകൾ നമുക്ക് തോന്നും. ഇപ്പോൾ കേരളത്തിൽ ഒരു കോർപ്പറേഷനും 2 മുനിസിപ്പാലിറ്റിയുമാണ് പറയാൻ പറ്റുന്ന വിധത്തിൽ ആർക്ക് മുൻതൂക്കമുള്ളത്, BJPക്ക് വർഗീയതക്ക് മുൻതൂക്കമുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ വെച്ച് നിർത്തിയാൽ മറ്റു 2 മുനിസിപ്പാലിറ്റിയും വേണമെങ്കിൽ അവരെ പുറത്ത് നിർത്താവുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആ ആലോചനയിലേക്കല്ല മറ്റു 2 മുന്നണികളും പോകുന്നത് എന്നത് കേരളത്തിൻ്റെ മൊത്തത്തിലൊരു ജനങ്ങളെടുത്ത ഒരു തീരുമാനത്തിൻ്റെ എസൻസിനെ അവരത് മനസ്സിലാക്കാതെയാണ് അവരാ തീരുമാനം എടുക്കുന്നത്. ഇപ്പം 2 കൂട്ടരും അങ്ങനെ പ്രതികരിച്ചത് കണ്ടു, കോംപ്രമൈസ് ചെയ്യില്ല എന്ന് പറഞ്ഞത് കണ്ടു. അത് നിർബന്ധമായി അവർ പുനരാലോചിക്കണമെന്നാണ് തോന്നുന്നത്. കാരണം കേരളത്തിലെ മുഴുവൻ മനുഷ്യരും എടുത്തൊരു വികാരം വർഗീയതയെ പുറത്തു നിർത്താനാണ്. ആ എസൻസ് ഇപ്പം വേറുള്ളൊരു ഇതിനുള്ളൊരു തമാശ എന്താണെന്ന് വെച്ചാൽ 2 കൂട്ടരും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളാണ് അവരെ പ്രതിരോധിക്കുന്നത് എന്നാണ്. കേരളത്തിന് പുറത്ത് സ്വാഭാവികമായി നമുക്കറിയാം ഇന്ത്യ മുന്നണി എന്ന രൂപത്തിൽ നമ്മൾ ഈ 2 മുന്നണികളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ചിത്രമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു നേരിയ പിന്നെ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായി കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നിച്ചെടുത്ത ഒരു തീരുമാനത്തെ മാനിച്ച് അവരെ പുറത്തു നിർത്താനുള്ളൊരു തീരുമാനം, ആ ഒരു വാർത്തക്ക് വേണ്ടിയാണ് വർഗീയതയെ പുറത്തു നിർത്താൻ വോട്ട് ചെയ്ത മുഴുവൻ കേരളത്തിലെ മതേതര വിശ്വാസികളും കൊതിക്കുന്നത്. അപ്പോൾ ആ നിലക്കുള്ളൊരു പുനർവിചിന്തനം കൂടെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനമായി എനിക്ക് തോന്നിയൊരു കാര്യം, പിന്നെ നമ്മുടെ പ്രചരണത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. ഇപ്പം ഈ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഈ ജീപ്പ് അനൗൺസ്മെൻറ്റ് വളരെ കുറവാണ്. അവസാനത്തെ ദിവസത്തിലാണല്ലോ ഇപ്പോൾ അത് വരുന്നുള്ളൂ. അതിനേക്കാൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം എല്ലാ രംഗത്തുണ്ട്. പക്ഷേ കാലത്തിനനുസരിച്ചുള്ള അങ്ങനത്തെ ഒരു മാറ്റം ഇപ്പോഴും ഇല്ലാത്തത് ആഘോഷങ്ങളുടെ വിഷയത്തിലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഇന്നലെ പുളിക്കൽ ഒരു പാർട്ടി പ്രവർത്തകൻ മരണപ്പെട്ടു, അദ്ദേഹത്തെ ഖബറടക്കി. എന്താണ് ഈ വിജയാഘോഷത്തിൻ്റെ ഇടയ്ക്ക് പടക്കം പൊട്ടി, അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന പടക്കം പൊട്ടിയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ ഒരു വലിയ വിജയത്തിൻ്റെ മുന്നിലും ആ പാർട്ടി പ്രവർത്തകർ ഒന്നാകെ നിഷ്പ്രമമാകുന്ന രൂപത്തിൽ തരിച്ചു നിൽക്കാണ്ട രൂപത്തിൽ പോയി. ഇനി നാളെ പിറ്റേന്ന് നമ്മൾ പറയുമ്പോൾ എൻഡ് ഓഫ് ദി ഡേ നഷ്ടം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യക്കാണ്, മക്കൾക്കാണ്, ഉപ്പക്കാണ്. ഈ ഒരു സിറ്റുവേഷനെ കുറച്ചുകൂടെയൊക്കെ ഗൗരവത്തിൽ നമ്മളെടുത്ത്, ഇപ്പോൾ ആഘോഷമൊക്കെ ആകാം, സ്വാഭാവികമായിട്ട് അവർ ആഘോഷിക്കും, അതിൻ്റെ മാനങ്ങളൊക്കെ അവർക്ക് തീരുമാനിക്കാം. പക്ഷേ മണിക്കൂറുകളോളം റോഡിൻ്റെ ഗതാഗതം തടസ്സപ്പെടുത്തി ഈ രൂപത്തിൽ വലിയ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിൽ ഇപ്പം സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ സർക്കസിലൊക്കെ ട്രെയിൻഡായ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകൾ അവതരിപ്പിക്കുന്ന
പിന്നെ അഭ്യാസങ്ങൾ റോഡിൽ വന്നിട്ട് അവതരിപ്പിക്കും. വായിൽ പെട്രോളൊക്കെ ഇന്ധനം നിറച്ച് തീക്ക് കൊടുക്കണൊക്കെ കാണാൻ പറ്റും. അപ്പം ഈ രൂപത്തിലുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ സർക്കസിൽ എല്ലാ പ്രിക്കോഷൻസും എടുത്ത് ഒരു പിന്നെ അപകടം ഉണ്ടായാൽ അതിനെ തരണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി ചെയ്യുന്നൊരു പണി നടുറോട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഇതുവരെ കേരളത്തിൽ ഒരു അപകട വാർത്ത ഉണ്ടായില്ല എന്നത് നമുക്കൊരു വലിയ സമാധാനമാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു മരണം എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളൊന്നും വേണ്ടത്ര രൂപത്തിൽ ഈ ഒരു സംഭവത്തെ ഒരു പക്ഷേ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ആകുമ്പോഴായിരിക്കും ഇത് ഒരു നല്ല മുന്നണികൾ മാറി ചിന്തിക്കാൻ. നമുക്കൊരു ജീവൻ നഷ്ടപ്പെട്ടു, ഇനി കേരളത്തിൽ ഒരിക്കലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന്. അപ്പോൾ പിന്നെ ഈ യാത്രക്കിടയിൽ പിന്നെ ഘോഷയാത്രക്കിടയിൽ ഒരു ആംബുലൻസ് കടന്നു പോകാനുള്ള വഴി കൊടുക്കുമ്പോൾ നമ്മൾ മനുഷ്യത്വത്തിൻ്റെ വീമ്പ് പറഞ്ഞ് പിന്നെ സ്റ്റാറ്റസ് ഇടുന്നതിനപ്പുറത്ത് BGM ഒക്കെ ഇട്ട് സ്റ്റാറ്റസ് ഇടുന്നതിനപ്പുറത്ത് ഈ മരണപ്പെട്ടു പോയൊരു മനുഷ്യൻ്റെ വേദനയെക്കുറിച്ച് എല്ലാ മുന്നണികളും വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്യണം. അപ്പോൾ ആഘോഷങ്ങൾക്കൊരു നല്ല മാറ്റം വരട്ടെ. ആഘോഷിക്കണ്ട എന്നൊന്നും ഇപ്പോൾ പറയാൻ നമ്മൾ ആളൊന്നുമില്ല, പക്ഷേ മനുഷ്യൻ്റെ ജീവന് ഹിതം വരുത്തുന്ന രൂപത്തിലുള്ള അത്തരം കാര്യങ്ങളിൽ നിന്ന് പിറകോട്ട് പോകാൻ ഒരു ആസൂത്രിതമായി ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിന് മുന്നെടുത്ത് പലപ്പോഴും അങ്ങനെയാണല്ലോ, ചില കാര്യങ്ങളാണ് കണ്ണു തുറക്കാൻ നമുക്ക് ഒരു പിന്നെ ഒരു എപ്പിസോഡാകുക. അപ്പോൾ ഇതിനെ ആ നിലക്കെടുക്കാൻ കൂടെ ഉള്ള ഒരു പിന്നെ തീരുമാനം അല്ലെങ്കിൽ ആലോചനകൾ കേരളത്തിൻ്റെ ഒരു പൊതു ചർച്ചയിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ വിശാലമായ രൂപത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തിരിക്കുകയാണ്. വർഗീയതയെ ഈ നാട് എപ്പോഴും അകറ്റി നിർത്തിയിട്ടുണ്ട്. അത് തുടർക്കാലത്ത് എല്ലാവരും ഒരുപോലെ ഏറ്റെടുക്കേണ്ട ഒരു നിലപാടാണ്. അതുപോലെ തന്നെ ഈ ലിബറലിസം പോലെയുള്ള കാഴ്ചപ്പാടുകൾ കുടുംബങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അത് വോട്ടിനെ ബാധിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവുണ്ട്. കൂട്ടത്തിൽ ആഘോഷങ്ങൾക്കൊരു പെരുമാറ്റച്ചട്ടം എന്നത് വളരെ പ്രധാനമാണ് എന്നതുകൂടെ ഈ ഒരു സ്പോട്ട് ലൈറ്റിലെ ചർച്ച മുന്നോട്ട് വെക്കുന്നു.